സൂപ്പറായിരുന്നു. കാണാൻ ഇങ്ങനെ ത്രില്ലടിച്ച് കാണാൻ പറ്റുന്ന ഒരു ഒന്നും പറയല്ല, കൊള്ളില്ല. ക്യാപ്റ്റൻ മില്ലറും ഇതും നല്ലൊരു മത്സരമാണ്. പക്ഷേ ഫാമിലി ഉറപ്പായിട്ട് നല്ല രീതിയിൽ ഏറ്റെടുക്കാൻ പറ്റിയ ഒരു പടം തന്നെയാണ് ഇത്. ഇന്റർനെറ്റ് അത്രയും വന്നിട്ടില്ലെങ്കിലും VFX അത്രയും നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മൾ ഇന്ത്യൻ മൂവിയിൽ ഇത്രയും നല്ല ഒന്നും പറയല്ല, കൊള്ളില്ല. ഇല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സൂപ്പറായിരുന്നു. സിനിമ കാണാൻ പൊളിയായിരുന്നു. പിന്നെന്താ പറയുക, ശിവാർത്തി സൂപ്പറായിട്ട് അഭിനയിച്ചു. പിന്നെ ഏലിയൻ പൊളിയായിരുന്നു. ഫാമിലിക്കും കുട്ടികൾക്കൊക്കെ വന്ന് കാണാൻ പറ്റിയ സിനിമ. ഫൈറ്റൊക്കെ സൂപ്പറായിരുന്നു. ഇരുന്ന് ത്രില്ലടിച്ച് കാണാൻ പറ്റിയ മൂവിയായിരുന്നു. സൂപ്പറായിരുന്നു. കാണാൻ ഇങ്ങനെ ത്രില്ലടിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു. അടിപൊളിയായിരുന്നു. കുട്ടികൾക്കും ഇല്ല, ഫാമിലി എല്ലാവർക്കും ഒന്ന് കാണാൻ പറ്റും. പക്ഷേ ഏറ്റവും കൂടുതൽ ത്രില്ലടിച്ച് കുട്ടികൾ നല്ല പോലെ ഇരുന്ന് കാണാൻ പറ്റിയ സിനിമയാണ്. കോമഡി ഉണ്ട്, അത്യാവശ്യം കോമഡി ഉണ്ട്. ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട്, സൗണ്ട് എഫക്റ്റ് ഓക്കെ. കൊള്ളാം. ഗ്രാഫിക്സ് ഒക്കെ കൊള്ളാം, കഥയൊക്കെ നല്ല രസമുണ്ട്. തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയ പടം. കോമഡി എല്ലാം സെറ്റ് ആയിട്ടുണ്ട്, ഫുൾ വർക്കൗട്ട് ആയിട്ടുണ്ട് പടം. നല്ലൊരു മൂവി. ഫണ്ണ് എല്ലാം ഉണ്ട്, ഫൺ ഫീൽഡ് ത്രില്ല് എല്ലാം ഉണ്ട്. VFX അത്രയും നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മൾ ഇന്ത്യൻ മൂവിയിൽ ഇത്രയും നല്ല ഒരെണ്ണം ഇതുവരെ കണ്ടില്ല. നമ്മൾ പിന്നെ വയലൻസ് വലിയതായിട്ടൊന്നുമില്ല. ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും, ഫാമിലിക്ക് ഇഷ്ടപ്പെടും. നല്ല മൂവിയാണ്. അത്യാവശ്യം നല്ല VFX ഒക്കെ കൊള്ളാം. ഹൈപ്പിനൊന്നും ഉണ്ട്. അത്യാവശ്യം VFX വർക്ക് സ്റ്റോറി വൈസ് ഒക്കെ കൊള്ളാം. കോമഡി നമ്മളെ തമിഴ് ആ രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഒരു പൊങ്കൽ പടം. ശിവർത്തേൻ്റെ പെർഫോമൻസ് പിന്നെ VFX ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഫാമിലിയാണ്, ഫാമിലിയായിട്ട് കാണാനും പറ്റും, എല്ലാവരും കാണാൻ പറ്റും. സെക്കൻഡ് ഹാഫ് മാത്രം ചെറിയൊരു രീതിയിൽ തൃപ്തി തോന്നിയില്ല. ബാക്കിയെല്ലാം ഫസ്റ്റ് ഹാഫൊക്കെ അടിപൊളിയാണ്. ലാഗൊന്നുമില്ല, എല്ലാം കണ്ടോണ്ടിരിക്കാന്നേ ഉള്ളൂ. അവതാറിൻ്റെ ആ ഒരു ഫിലിം, പിന്നെ ഹോളിവുഡ് നോക്കുന്ന ആ ഒരു ഫിലിം മെത്തേഡൊക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യൻ സിനിമയിൽ തന്നെ മാക്സിമം റീച്ച് ആവുന്ന ആ ഒരു കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഇഷ്ടപ്പെടുന്ന ആ ഒരു കഥയും സ്റ്റോറി, ആ ഒരു ബേസ്, ആ ഒരു ഫസ്റ്റ് ഹാഫ് പൊളിയാണ്. സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗായിരുന്നാലും കാണാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. ഹൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും മാക്സിമം വലുതായിട്ടില്ല. എസ്കേടെ പടം ആ ഒരു രീതിയിൽ തന്നെ സ്റ്റോറി ബേസ് ഒക്കെ രവികുമാറിൻ്റെ ഡയറക്ഷനും ഇന്റർനെറ്റ് നാളെ സിനിമ ആ ഒരു ഇതിൽ തന്നെ ആ ഒരു ഫ്ലോയിൽ തന്നെ പോയിക്കൊണ്ടേയിരിക്കും. சூப்பராக ஃபேமிலியோட வாட்ச் பண்ணலாம். எஸ்கே ஆக்டிங் எப்போதும் நேச்சுரலாக இருக்குது. നേച്ചുറൽ ആക്ടിങ് எப்போதுം ഒരു സീനൊന്നും ബോറോ കാര്യങ്ങളൊന്നും അടിക്കുകയൊന്നുമില്ല. ക്യാപ്റ്റൻ മില്ലറും കൂടെ നോക്കിയിട്ട് അറിയാൻ പറ്റുള്ളൂ. രണ്ട് പക്ഷേ എന്നിരുന്നാലും മോശമായിട്ടില്ല. പൊങ്കൽ വിളാവുള്ള എല്ലാ സാധ്യതയുണ്ട്. ഫാമിലി ഓക്കെയാണ്. സിനിമ സൂപ്പറാണ്. പടത്തിൻ്റെ ഡയറക്ടറല്ലേ അവർ ആ ഇന്റർനെറ്റ് നാളെ അതിന് ശേഷം വന്ന എത്ര വർഷം ശേഷം വന്നൊരു പടമാണ്. അതുകൊണ്ട് ആ ഒരു രീതി കാര്യമെല്ലാം ഉണ്ട് പടത്തിൽ. SK അവരോടുള്ള കോമ്പിനേഷൻ എല്ലാം ഒക്കെയാണ്, പൊളിയാണ്. ഹൈപ്പുള്ളത് വെച്ചാൽ ആ ഒരു പടം സാധാരണ ഒരു ഹൈപ്പില്ല. ആ ഒരു ഏലിയൻ അവർ പറഞ്ഞ സംഭവങ്ങൾ അതൊക്കെ ഉണ്ട് പടത്തിന്. വേറെ വലിയ ബോറടിക്കാൻ കൂറ എന്ന് പറയാൻ ഒന്നുമില്ല. അവിടെ നല്ലതാണ്. തമിഴ് സിനിമയിൽ ഇങ്ങനെ ഒരു പടം അവർ ചെറിയ ബഡ്ജറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഭയങ്കര കാര്യമാണ്. അതെല്ലാം ഒരു പക്കയായിട്ട് ചെയ്യണം. നമുക്ക് ഒരു സീന് പോലും ഇത് ഭയങ്കര ബോറായി പോയി എന്നുള്ള ഒരു സീനും ഇല്ല. എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. ക്യാപ്റ്റൻ മില്ലറും ഇതും നല്ലൊരു മത്സരമാണ്. പക്ഷേ ഫാമിലി ഉറപ്പായിട്ട് നല്ല രീതിയിൽ ഏറ്റെടുക്കാൻ പറ്റിയ ഒരു പടം തന്നെയാണ് ഇത്. അത് മറ്റേ വേറെ ജാനറും രണ്ട് ജാനറാണ്. ആ രണ്ട് ജാനർ വെച്ച് നോക്കുമ്പോഴത്തേക്കും പടം ഇത് ഓക്കെയാണ്, സെറ്റാണ്. പടം അടിപൊളിയാണ്. ഉണ്ട് തീർച്ചയായിട്ടും. ഞാൻ പ്രതീക്ഷിച്ചു വന്നതുണ്ട്. കാരണം ഒരു ഫാൻറ്റസിയാണ് ഞാൻ ഉദ്ദേശിച്ചു വന്നത്. സയൻസ് ഫിക്ഷൻ ഫാൻറ്റസിയാണ്. അതെല്ലാം ഉണ്ട് ഇതിനകത്ത്. സാധ്യത ഉണ്ട്. കാരണം ഫാമിലി മൊത്തം ഇതിന് കെയർ. കാരണം ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ പടം എടുത്തു വെച്ചിരിക്കുന്നത്. അതായത് മറ്റേ ഡയറക്ടർ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇന്റർനെറ്റ് അത്രയും വന്നിട്ടില്ലെങ്കിലും എന്നാലും കൊള്ളാം. കഥ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8 വർഷം മുമ്പത്തെ കഥ തന്നെയാണ്. കാരണം അന്നത്തെ രക്ഷക കഥാപാത്രം തന്നെ 8 വർഷം മുമ്പൊക്കെ അടിപൊളിയായിരിക്കും. ഇപ്പോൾ അത് പടത്തിൻ്റെ അറിയാമല്ലോ, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ വന്നിരിക്കുന്നത്. കാരണം ഒരുപാട് ലോസ് സംഭവിച്ച് വന്ന് ഇപ്പോഴാണ് റിലീസായ പടം. അതുകൊണ്ട് അറിയാം. കുഴപ്പമില്ല ബ്രോ, അത്രയ്ക്ക് എക്സ്പെക്ടേഷനിൽ റീച്ച് ചെയ്തില്ല. എന്നാലും കിഡ്സിനൊക്കെ അട്രാക്റ്റീവ് ആയിരിക്കും. കിഡ്സിനും ഫാമിലിക്കൊക്കെ വന്ന് എൻജോയ് ചെയ്ത് കോമഡിയൊക്കെ നല്ല വർക്കൗട്ട് ആയിട്ടുണ്ട്. VFX വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ല, ക്ലീശ ഇതൊക്കെ കഥയൊക്കെ തന്നെ നല്ല പടം തന്നെയാണ്. ആദ്യ അവസാനം വരെ നമുക്ക് നല്ല എൻജോയ് ചെയ്ത് കാണാനുള്ളതെല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് ഫാമിലീസിന് കൂടുതൽ കണക്ട് ആവും. കുട്ടികൾക്കൊക്കെ വന്നാൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പോകാനുള്ള രീതിയിലൊക്കെയുള്ളതാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവർ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസിന് പടം കണക്ട് ആവും. അതിലവർ വിജയിച്ചിട്ടുണ്ട്. പിന്നെ ഈ രവികുമാർ എന്ന ഡയറക്ടർ ഉണ്ടല്ലോ, പുള്ളി ഭയങ്കര സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേക്കിങ്ങും VFX എന്ന നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല, വളരെ ഹൈ ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റോറി നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള സ്റ്റോറിയാണ്. അതിൽ നമ്മളിങ്ങനെ പുതുമ പ്രതീക്ഷിക്കുന്ന കാര്യമില്ല. നമുക്ക് മേക്കിംഗ് ആണ് വലുത് ഈ പടത്തിന്. അതിൽ സംവിധാനം വിജയിച്ചിട്ടുണ്ട്. മ്യൂസിക് എനിക്ക് ഞാൻ A. റഹ്മാൻ ഫാനാണ്. പക്ഷേ ഇതിലെനിക്ക് അത്ര വർക്കൗട്ട് ആയിട്ടില്ല. പക്ഷേ മ്യൂസിക് ഒന്നും നമുക്ക് വിഷയമല്ല. ആ പടത്തിൻ്റെ ഒഴുക്കിനങ്ങ് പോകും. അതൊക്കെ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലിമിറ്റഡ് ബഡ്ജറ്റാണ്. ആ ബഡ്ജറ്റിന് നല്ല രീതിയിൽ തന്നെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്.